വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി ഹല്ലേലൂയ. ഈശോ മിശിഹായ്ക്കും എല്ലാവർക്കും സ്തുതിയായിരിക്കട്ടെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്. പ്രിയപ്പെട്ട ശാലോം പ്രേക്ഷകരെ, ഇന്നത്തെ വചനവിരുന്നിലേക്ക് നിങ്ങളെ ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ പതിഞ്ഞിട്ടുള്ള ഒരു ഗാനമാണ് ഞാൻ ആലപിച്ചത്. ഇന്ന് നമ്മൾ കേൾക്കുവാനായിട്ടും ധ്യാനിക്കുവാനായിട്ടും പോകുന്നത് ദൈവകൃപയെക്കുറിച്ചും എപ്രകാരമാണ് ദൈവകൃപ നഷ്ടപ്പെട്ടു പോകുന്നതിനെക്കുറിച്ചുമാണ്. ദൈവം ഒരു വ്യക്തിക്ക് നൽകുന്ന സൗജന്യ ദാനമാണ് കൃപ. എന്നാൽ ഒരു വ്യക്തിയുടെ പ്രവർത്തനം വഴിയായി ഇത് നഷ്ടപ്പെട്ടു പോകുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ദൈവകൃപ നമുക്ക് സ്വന്തമാക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപ അല്പം പോലും നഷ്ടമാകരുതേ എന്ന് നമുക്കുള്ളിനുള്ളിൽ ആഗ്രഹിക്കാം. അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കാം. ഇന്നത്തെ ദിവസം ഈ വചനം കേൾക്കുമ്പോൾ ദൈവകൃപയുടെ സമൃദ്ധി നിങ്ങളിലേക്ക് വർഷിക്കപ്പെടട്ടെ. ആമേൻ. ഹല്ലേലൂയ. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 11-ാമത്തെ തിരുവചനം. എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ കൃപ പ്രത്യക്ഷമായിരിക്കും. എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ കൃപ പ്രത്യക്ഷമായിരിക്കുന്നു. നമ്മളെല്ലാവരും രക്ഷ പ്രാപിക്കണമെന്ന് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അതുകൊണ്ടാണ് ഈ ചെറിയവരിൽ ഒരുവൻ പോലും നഷ്ടപ്പെട്ടു പോകുവാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 14-ാമത്തെ തിരുവചനം. ഒരാളും നഷ്ടപ്പെട്ടു പോകുവാൻ. അതുകൊണ്ടാണ് വചനത്തിൽ കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ലൂക്കായുടെ സുവിശേഷത്തിൽ ഈ 99 വിട്ടിട്ട് നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ തേടി അന്വേഷിക്കാൻ വരുന്ന ദൈവത്തെക്കുറിച്ച്. അതാണ്, ഒരാളും നഷ്ടപ്പെട്ടു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഒരു വ്യക്തിയും നഷ്ടപ്പെടാതിരിക്കാൻ ദൈവം സൗജന്യമായി വർഷിക്കപ്പെടുന്ന ഒരു പുണ്യമാണ് കൃപ. അതുകൊണ്ടാണ് എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്കായി ദൈവം സൗജന്യമായിട്ട് നൽകുന്നത് ഈ കൃപയാണ്. അതുകൊണ്ട് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് ദാഹിക്കാൻ, കർത്താവേ അവിടുത്തെ കൃപ കൊണ്ട് തന്നെ നിറയ്ക്കണമേ. ഈ കൃപ കിട്ടിയാൽ ദൈവത്തിൻ്റെ സംരക്ഷണ വലയത്തിലാണ്. ഒരു വ്യക്തിയുടെ മേൽ ദൈവത്തിൻ്റെ കൃപ ചൊരിയപ്പെട്ടു എന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ വ്യക്തി ദൈവത്തിൻ്റെ സംരക്ഷണ വലയത്തിലാണ്. ഒരിക്കലും ഒരു വ്യക്തിക്ക് ദൈവകൃപ നൽകപ്പെടുന്നത് ആ വ്യക്തിയുടെ പ്രവർത്തന ഫലമായിട്ടല്ല. ഇത് തികച്ചും സൗജന്യദാനമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, അപ്പസ്തോല പ്രവർത്തനത്തിൽ 7, 8, 9 അധ്യായങ്ങളിൽ സാവൂളിൻ്റെ മാനസാന്തരവുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ എല്ലാവർക്കും അറിയാം. സാവൂള് ക്രിസ്ത്യാനികളെ വെറുത്തിരുന്ന വ്യക്തിയാണ്. അവരെ മുഴുവൻ വലിച്ചഴയ്ക്കുന്നതിനും നശിപ്പിക്കുന്നതിനും വേണ്ടി അധികാരപത്രം വാങ്ങാൻ ആഗ്രഹിച്ച പോയ വ്യക്തിയാണ്. എന്നാൽ ഈ സാവൂൾ ഒരിക്കലും പൗലോസായിത്തീരാൻ ഒരു പരിത്യാഗ പ്രവർത്തികളോ അല്ലെങ്കിൽ പരിഹാര പ്രവർത്തികളോ ചെയ്യുന്നതായിട്ട് ഒരിക്കലും എഴുതിയിട്ടില്ല. ദൈവം സൗജന്യമായിട്ട് നൽകിയ ഒരു ദാനം, കൃപയാണ് സാവൂള് പൗലോസായി തീർന്നത് എന്നുള്ളത്. ഹല്ലേലൂയ. അവൻ്റെ തലയിൽ അനന്യാസ് കൈകൾ വയ്ക്കുമ്പോൾ കൃപാവരം കൊണ്ട് നിറയുകയാണ്. അവനൊരു പുതിയ വ്യക്തിയായിത്തീരുകയാണ്. പിന്നീട് അവൻ ദിവസങ്ങളോളം പ്രാർത്ഥിച്ച് ശക്തിപ്പെടുകയാണ്. ഹല്ലേലൂയ. അതാണ്, ശക്തിപ്പെടുകയാണ്. ദൈവകൃപ ലഭിച്ചവർ ശക്തിപ്പെടേണ്ടത് ദൈവം ഒരു വ്യക്തിയുടെ മേൽ കൃപ വർഷിച്ചു കഴിയുമ്പോൾ അവൻ ആത്മാവിൽ പ്രാർത്ഥിച്ച് ശക്തിപ്പെടണം.
അതാണ് സാവൂള് തൻ്റെ മേൽ കൃപ പൗലോസായി തീർന്നപ്പോൾ തൻ്റെ മേൽ വർഷിക്കപ്പെട്ട കൃപ വർദ്ധിക്കാൻ അവൻ രഹസ്യമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. അതാണ് ദൈവം നൽകുന്ന സൗജന്യ ദാനമാണ്. ഇത് നമ്മുടെ പരിഹാര പ്രവൃത്തിയുടെയോ നമ്മുടെ പ്രാർത്ഥനയുടെയോ നമ്മുടെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് നൽകുന്നതല്ല, ഇത് സൗജന്യമായിട്ട് നൽകുന്നതാണ്. അതുകൊണ്ടാണ് എഫേസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 8-ാമത്തെ തിരുവചനത്തിൽ പൗലോസ് ലീഹ ഇപ്രകാരം പറയുകയാണ്: വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. അപ്പോൾ ദൈവകൃപ ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവകൃപ ദൈവത്തിൻ്റെ ദാനമാണ്, ആരുടെയും അവകാശമല്ല. അതുകൊണ്ട് ഈ ദാനം സൗജന്യമായിട്ട് നൽകപ്പെടുന്നു. ഇതിനെ ഹൃദയത്തിൽ വിശുദ്ധിയോടെ സ്വീകരിക്കുക. ദൈവകൃപ സ്വന്തമാക്കിയാൽ ഒരു വ്യക്തി ദൈവത്തിൻ്റെ സംരക്ഷണയിലാണ്. അതുകൊണ്ട് ഈ കൃപ അല്പം പോലും നഷ്ടപ്പെട്ടു പോകാൻ നമുക്ക് ജീവിതത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ വഴിയായിട്ട് ഇടവരരുത്. വീണ്ടും കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 9-ാമത്തെ തിരുവചനം. ഈ കൃപ കിട്ടിയതിൽ ഒരു അടയാളം പൗലോസ് ലീഹ പറയുന്നുണ്ട്. ഞാൻ അപ്പസ്തോലന്മാരിൽ ഏറ്റവും നിസ്സാരനാണ്, ക്രിസ്തുവിൻ്റെ സഭയെ പീഡിപ്പിച്ചത് നിമിത്തം അപ്പസ്തോലൻ എന്ന പേരിന് പോലും ഞാൻ യോഗ്യനല്ല. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. നമ്മുടെ ഉള്ളിൽ കൃപ നിറഞ്ഞു വന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് നമുക്ക് എളിമയുണ്ടായിരിക്കും. എളിമയും വിശുദ്ധിയും ദൈവകൃപയുടെ ഏറ്റവും വലിയൊരു ഫലമാണ്. ഈ കൃപ നിറഞ്ഞാൽ ആ വ്യക്തി എളിമയുള്ളവരായിരിക്കും. കൃപ നിറഞ്ഞാൽ വിശുദ്ധി നിറഞ്ഞ വ്യക്തിയായിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ കൃപ പൂർണ്ണമായിട്ട് നിറഞ്ഞ് എളിമയുള്ളവരായി വിശുദ്ധിയുള്ളവരായി തീരാം. അവരെ ഏറ്റവും നിസ്സാരരായിട്ട് കണക്കാക്കും. അവർ ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കും. ഇന്ന് നിൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ, നീ ദൈവത്തെ മറ്റെല്ലാത്തിനേക്കാൾ ഉപരിയായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ദൈവം നിനക്ക് കൃപ വർഷിച്ചിട്ടുണ്ട്. ഈ കൃപ അല്പം പോലും ചോർന്നു പോകാതിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. വീണ്ടും എഫേസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 4-ാമത്തെ തിരുവചനം. നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ യേശുക്രിസ്തുവിനോടുകൂടെ നമ്മെ ജീവിപ്പിച്ചു. കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. എന്നാൽ കൃപയാലാണ് രക്ഷിക്കപ്പെട്ടത്. ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നത് ദൈവകൃപയുടെ അടയാളമായിട്ടാണ്, ദൈവകൃപയുടെ ഫലമായിട്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മേൽ കൃപ ചൊരിയപ്പെടുന്നതിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ഹെബ്രായ ലേഖനത്തിൽ 4-ാം അധ്യായം 16-ാമത്തെ തിരുവചനം. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം. വേണ്ട സമയത്ത് ദൈവം കരുണ വർഷിക്കുന്നതാണ് കൃപ. ദൈവം ഒരു വ്യക്തിയുടെ മേൽ കൃപ ചൊരിയുന്നത് ആ വ്യക്തിയോട് കാണിക്കുന്ന കരുണയാണ്. ഇപ്പോൾ സാവൂളിന് ദൈവം കൃപ നൽകി പൗലോസാക്കിയപ്പോൾ ദൈവം ഈ പൗലോസിന് നൽകിയതാണ് കരുണ. പൗലോസിൻ്റെ മേൽ ചൊരിയുന്നതാണ് കരുണ. അപ്പോൾ അത് ദൈവത്തിൻ്റെ വലിയ കരുണയുടെ അടയാളമാണ് കൃപ. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 30-ാമത്തെ തിരുവചനത്തിൽ ദൈവദൂതൻ പരിശുദ്ധ അമ്മയോട് വന്ന് പറയുകയാണ്: മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. മറിയമേ, നീ ഭയപ്പെടേണ്ട. കൃപ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയപ്പെടേണ്ട. കൃപ കണ്ടെത്തി കഴിഞ്ഞാൽ ഒന്നിനെക്കുറിച്ച് ഓർത്ത് ഭയപ്പെടേണ്ട. കാരണം അവർ ദൈവത്തിലാണ്. കൃപ നിറഞ്ഞു കഴിഞ്ഞാൽ അഭിഷേകത്തിലാണ്. കൃപ നിറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയ ശക്തിയിലാണ്. അതുകൊണ്ട് ഈ അഭിഷേകം നിങ്ങളിൽ ശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ, അഭിഷേകം കൊണ്ട് നിറയുന്നുണ്ടെങ്കിൽ, നിങ്ങൾ കൃപ കൊണ്ട് നിറഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. പരിശുദ്ധ അമ്മയുടെ മേൽ കൃപ ചൊരിഞ്ഞു കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ ചിന്തിക്കുന്നത് എപ്പോഴും ദൈവത്തെക്കുറിച്ചാണ്. ഒരു വ്യക്തിയുടെ മേൽ കൃപ ചൊരിയപ്പെട്ട് കഴിഞ്ഞാൽ, കൃപ വർഷിക്കപ്പെട്ടാൽ, ആ വ്യക്തി എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവത്തെക്കുറിച്ചാണ്. സക്കറിയ മൂകനായി തീർന്ന കുറേ കാലഘട്ടമുണ്ട്. പിന്നീട് യോഹന്നാൻ ജനിക്കുമ്പോൾ അവൻ എഴുത്തു പലകയിൽ യോഹന്നാൻ എന്ന് എഴുതി കഴിഞ്ഞപ്പോൾ അവൻ്റെ വാ തുറക്കുകയാണ്. പിന്നീട് സക്കറിയായുടെ ദൈവസ്തുതിയാണ്. കുഞ്ഞേ, നീ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അതാണ് സക്കറിയായ്ക്ക് കൃപ കിട്ടിക്കഴിഞ്ഞപ്പോൾ സക്കറിയായുടെ നാവിൽ നിന്ന് വരുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവസ്തുതിയാണ്. കൃപ ചോർന്നു പോകാതിരിക്കാൻ ഏറ്റവും കൂടുതൽ നിയന്ത്രിക്കേണ്ടത് നാവിനെയാണ്. നാവിനെ നിയന്ത്രിച്ചാൽ കൃപ അല്പം പോലും ചോർന്നു പോകുകയില്ല. അതുകൊണ്ടാണ് സങ്കീർത്തനം 39 1-ാമത്തെ തിരുവചനം: നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ
എൻ്റെ വഴികളെ ഞാൻ സൂക്ഷിക്കും. എൻ്റെ മുമ്പിൽ ദുഷ്ടനുള്ളിടത്തോളം കാലം എൻ്റെ നാവിന് ഞാൻ കടിഞ്ഞാണിടും. യാക്കോബിൻ്റെ ലേഖനം 3-ാമത്തെ അധ്യായം നാവിൻ്റെ നിയന്ത്രണത്തെക്കുറിച്ചാണ്. കൃപ പൂർണ്ണമായിട്ട് കാത്തു സൂക്ഷിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അവയവമാണ് നാവ്. ഈ നാവിൻ്റെ അകത്ത് കൃപ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ചിലർ നാവ് തുറന്നു നോക്കുമ്പോൾ നാവ് മൂലം മറ്റുള്ളവർക്ക് ഒത്തിരി മുറിവുണ്ടാകുന്നുണ്ട്. നമ്മുടെ കർത്താവ് പറയുന്നത്, മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥ വാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. ഈ പറയുന്ന വാക്കിന് പോലും നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. സുഭാഷിതങ്ങളുടെ പുസ്തകം 10-ാം അധ്യായം 19-ാമത്തെ തിരുവചനം, വാക്കുകൾ ഏറുമ്പോൾ തെറ്റു വർദ്ധിക്കുന്നു, വാക്കുകളെ നിയന്ത്രിക്കുന്നവന് വീണ്ടും വിചാരമുണ്ട്. നീതിമാന്മാരുടെ നാവ് വിശിഷ്ടമായ വെള്ളിയാണ്. നീതിമാന്മാരുടെ നാവ് വിശിഷ്ടമായ വെള്ളിയാണ്. കൃപ ലഭിച്ചവർ വളരെ കുറച്ചേ സംസാരിക്കുകയുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധ അമ്മ ബൈബിളിൽ അധികം സംസാരിച്ചിട്ടില്ല. അമ്മയുടെ വാക്കുകൾ കൃപ നിറഞ്ഞ വാക്കുകളായിരുന്നു. അവൻ പറയുന്നത് ചെയ്യുവിൻ. ദൈവകൃപ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മുടെ നാവിനെ നിയന്ത്രിക്കുക. ദൈവകൃപ ചോർന്നു പോകാതിരിക്കാൻ നാവിനെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. വീണ്ടും എഫേസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 7-ാമത്തെ തിരുവചനം, അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. പാപമോചനം അവിടുത്തെ കൃപയുടെ സമൃദ്ധിയാണ്. ദൈവത്തിൻ്റെ കൃപയുടെ അടിസ്ഥാനം. ആ കൃപ ലഭിച്ചത് കൊണ്ടാണല്ലോ പാപിനിയായ സ്ത്രീ ഈശോയുടെ കാൽപാദത്തിൻ്റെ ചുവട്ടിൽ നിന്ന് പോകുന്നത് വിശുദ്ധിയാകാനാണ്. മഗ്ദലന മറിയം അതിരാവിലെ കർത്താവിൻ്റെ കല്ലറയുടെ അടുത്തേക്ക് എത്തി. കാരണം എന്താ? കൃപ ലഭിച്ചത് കൊണ്ടാണ്. അവൾക്ക് ഈശോയെ കാണണമെന്ന് ആഗ്രഹമാണ്. പാപത്തിൽ ജീവിച്ച അവൾ കൃപ കിട്ടിക്കഴിഞ്ഞപ്പോൾ ദൈവത്തിൽ ജീവിക്കുകയാണ്. കൃപ കിട്ടിക്കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും പാപത്തിൻ്റെ ആ സന്തോഷം ആഗ്രഹിക്കുകയില്ല. പൂർണ്ണമായിട്ട് ദൈവത്തിന് സമർപ്പിക്കപ്പെടുകയാണ്. അവൾ ഓടി കർത്താവിനെ വരികയാണ്, കർത്താവിൻ്റെ അടുത്തേക്ക് വരികയാണ്. കൃപ ലഭിച്ചതിൻ്റെ അടയാളമാണ് ഈശോയെ അന്വേഷിക്കുക. കർത്താവിനെ അന്വേഷിച്ച് ജീവിക്കും. കൃപ കിട്ടിക്കഴിഞ്ഞാൽ അവർ കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കും. അതുകൊണ്ടാണ് വീണ്ടും മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ ഈശോ മത്തായിയെ വിളിക്കുമ്പോൾ മത്തായി ചുങ്കസ്ഥലത്താണ്. ചുങ്കസ്ഥലത്ത് അവൻ പാപിയാണ്. അതുകൊണ്ടാണ് ചുങ്കസ്ഥലത്തിരിക്കുന്ന എല്ലാവരും വന്നിട്ട് പറയുന്നുണ്ട്, കർത്താവെ, അങ്ങ് പാപിയുടെ ഭവനത്തിലാണല്ലോ ഭക്ഷണത്തിനിരിക്കുന്നത്. കർത്താവ് മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 12-ാമത്തെ തിരുവചനത്തിൽ പറയുകയാണ്, ഇത് കേട്ട് അവൻ പറഞ്ഞു, ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കുക. ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാണ്. ദൈവത്തിൻ്റെ കരുണയുടെ അടയാളമായിട്ട് മത്തായിക്ക് കൃപ ലഭിക്കുകയാണ്. പിന്നീട് ഒരിക്കലും മത്തായി പാപത്തിലല്ല ജീവിക്കുന്നത്, കൃപയിലാണ്, ദൈവത്തിലാണ് ജീവിക്കുന്നത്. പിന്നെ അവൻ ഈ ദൈവത്തോടൊത്താണ്. അത് ഈ ശിഷ്യന്മാരുടെ ഒരു പ്രത്യേകതയാണ്. വിളി കിട്ടിക്കഴിഞ്ഞ്, കൃപ കിട്ടിക്കഴിഞ്ഞ് അവർ ഓരോ ദിവസവും കർത്താവിനോട്, ഈ 3 വർഷത്തോളം കർത്താവിനോടൊത്ത് ജീവിച്ചു. പരിശുദ്ധാത്മാവിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ കർത്താവിനെക്കുറിച്ച് സംസാരിച്ചു. കൃപ കിട്ടിക്കഴിഞ്ഞാൽ കർത്താവിനോടൊത്ത് ജീവിക്കാൻ കഴിയും. സംസാരിക്കുന്നത് കർത്താവിനെക്കുറിച്ച് തന്നെയായിരിക്കും. അതുകൊണ്ട് ദൈവകൃപ ആഴമായിട്ട് നിറയാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം 9-ാമത്തെ വചനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ബലഹീനതയിൽ കർത്താവിൻ്റെ കൃപ മതി. പൗലോസ് ദൈവത്തോട് പറയുകയാണ്, കർത്താവ്, എനിക്കൊരു മുള്ളുണ്ട്, അത് മാറണം. അങ്ങനെ ആഗ്രഹിച്ച് കഴിയുമ്പോൾ കർത്താവ് പറയുകയാണ്, നിനക്കെൻ്റെ കൃപ മതി. ഏത് കുറവുകളിലും കർത്താവിൻ്റെ കൃപയുണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റും. ഏത് ബലഹീനതകളിലും കൃപയുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ കൃപ കൂടെ ഉണ്ടെങ്കിൽ, ഒരുപക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ ഒരു ബലഹീനനായിരിക്കാം, ഒരു പാപിയായിരിക്കാം, ഒത്തിരിയധികം കുറവുകളുള്ള വ്യക്തിയായിരിക്കാം. നീ ദൈവകൃപയിൽ ആശ്രയിച്ചാൽ എന്നെ ശക്തനാക്കുന്ന കർത്താവ്, ഫിലിപ്പിയർ 4:13, എന്നെ ശക്തനാക്കുന്ന കർത്താവിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഈ ദൈവകൃപ അല്പം പോലും നഷ്ടപ്പെടാതിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. വീണ്ടും ദൈവകൃപ നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രധാനമായിട്ടും ദൈവകൃപ നഷ്ടപ്പെടുന്ന ഒരു വഴിയാണ് വിദ്വേഷം. ഒരാളോട് വെറുപ്പ് തോന്നിയാൽ ഈ കൃപ നഷ്ടപ്പെട്ടു പോകും. ഹെബ്രായ ലേഖനം 12-ാം അധ്യായം 15-ാമത്തെ തിരുവചനം, ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായിത്തീരുന്നു. ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കും. വിദ്വേഷം മൂലം ഒരു വ്യക്തിയുടെ ഉള്ളിൽ വെറുപ്പ് കയറി വന്നാൽ, ആ വെറുപ്പ് നിറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് നഷ്ടപ്പെടുന്നതാണ് ദൈവത്തിൻ്റെ കൃപ.
അതാണ് ഈ കായൻ്റെ ഉള്ളിൽ ആബേലിനോട് വെറുപ്പ് തോന്നിയപ്പോൾ ആ ദൈവത്തിൻ്റെ സംരക്ഷണം കൃപ പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുകയാണ്. കൃപ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവനെ ഭരിക്കുന്നത് പിശാചാണ്. അതാണ് വയലിലായിരിക്കുമ്പോൾ ഈ കായനെ അവൻ കൊന്നുകളയുകയാണ്. ഈ കൃപ നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ് സഹോദരന്മാർക്ക് ജോസഫിനോട് വൈരാഗ്യം വരുന്നത്. അവനെ കാണുമ്പോൾ തന്നെ ഈ കൊല്ലണം അല്ലെങ്കിൽ അവനെ നശിപ്പിക്കണം എന്നുള്ള ചിന്തയാണ്. അതാണ് അവനെ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിക്കളയുന്നത്. നിങ്ങളുടെ കുടുംബത്തിൽ ജീവിത പങ്കാളിയോട്, മാതാപിതാക്കന്മാരോട്, പ്രിയപ്പെട്ടവരോട് വെറുപ്പുള്ളവരാണ് എങ്കിൽ നീ ഓർത്തുകൊള്ളുക, നിനക്ക് നഷ്ടപ്പെടുന്നത് ദൈവകൃപയാണ്. പലരോടും എനിക്ക് ക്ഷമിക്കാൻ കഴിയുകയില്ല എന്ന് നീ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, വർഷങ്ങൾക്ക് മുമ്പുള്ള വെറുപ്പ് നീ ഇപ്പോഴും സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, നിനക്ക് നഷ്ടപ്പെടുന്നത് ദൈവകൃപയാണ്. നിനക്ക് നഷ്ടപ്പെടുന്നത് ദൈവത്തിൻ്റെ അഭിഷേകമാണ്. അതുകൊണ്ട് ഈ വെറുപ്പ്, പലരുടെയും ഈ വെറുപ്പാണ് പലരെയും ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്നത്. വിദ്വേഷത്തിൻ്റെ വേരിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. വേരുള്ളിടത്തോളം കാലം വീണ്ടും പൊട്ടിമുളക്കിച്ചുകൊണ്ടിരിക്കും. വചനം പറയുക, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 44-ാമത്തെ തിരുവചനം, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ, അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും. ദൈവം കരുണയെക്കുറിച്ച് പറയുമ്പോൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന, സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥനയെ തന്നെ എഴുതിയിട്ടുണ്ട്. മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുന്നത് പോലെ നിങ്ങളുടെ തെറ്റുകളും നിങ്ങൾ ക്ഷമിക്കണം. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് ക്ഷമിക്കും. അതുകൊണ്ട് ഈ ക്ഷമ ഉള്ളിൽ നിറയാനായിട്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ക്ഷമിച്ചു കഴിയുമ്പോൾ പൂർണ്ണമായിട്ട് ദൈവകൃപയിലാണ്. ആ കൃപ അല്പം പോലും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. 2 കൊരിന്തോസ് 6:1 പൗലോസ് ശ്ലീഹ ഇപ്രകാരം പറയുകയാണ്, നിങ്ങൾക്ക് കൈവന്നിരിക്കുന്ന ദൈവകൃപ വ്യർത്ഥമാകരുതെന്ന് അവിടുത്തെ സഹപ്രവർത്തകരെന്ന നിലയിൽ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ദൈവകൃപ വ്യർത്ഥമായി പോകരുത്. അവിടുത്തെ പറയുകയാണ്, നിങ്ങൾക്ക് കൈവന്നിരിക്കുന്ന ദൈവകൃപ. അതാണ് ദൈവകൃപ ലഭിച്ചതിൻ്റെ പേരിൽ പൂർണ്ണമായും എക്കാലത്തും ദൈവകൃപയിൽ തന്നെ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് ഈ ദൈവകൃപ നഷ്ടപ്പെട്ടു പോകാമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവകൃപ ഒരിക്കലും ചോർന്നു പോകാതിരിക്കട്ടെ. വിദ്വേഷമുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ദൈവകൃപ നഷ്ടപ്പെട്ടു പോകും. ഈ ദൈവകൃപ നിറഞ്ഞൊരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈ കൃപ നഷ്ടപ്പെടുന്നത് ഈ വിശുദ്ധിയിൽ വീഴ്ച വരുമ്പോഴാണ്. പഴയ നിയമത്തിലെ ഒരു ശക്തനായ കഥാപാത്രമാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ സാംസൺ. 16-ാമത്തെ അധ്യായത്തിൽ സാംസന്റെ ശക്തി അഭിഷേകമാണ്. ഈ അഭിഷേകം നഷ്ടപ്പെടാൻ കാരണം അവൻ്റെ തെറ്റായ ബന്ധങ്ങളാണ്. അവൻ ദലീല, 16-ാമത്തെ അധ്യായത്തിൽ ദലീല എന്ന് പറഞ്ഞ സ്ത്രീയുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുമ്പോൾ ഈ സാംസന്റെ മുഴുവൻ ശക്തിയും അവൾ ഈ വശീകരണ ശക്തിയാൽ സ്വന്തമാക്കുകയാണ്. അവൾ ഈ പാപത്തിൻ്റെ വശീകരണ ശക്തിയുണ്ട്. അതുകൊണ്ടാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 12-ാമത്തെ തിരുവചനം, തിന്മയുടെ വശീകരണ ശക്തിയിൽ നന്മയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നു, ഭ്രമിപ്പിക്കുന്ന മോഹങ്ങൾ നിഷ്കളങ്ക ഹൃദയത്തെ കീഴടക്കുന്നു. ഒരു വശീകരണ ശക്തിയാണ്. അതാണ് ഈ ദലീല സാംസനെ വശീകരിക്കുകയാണ്. അവൻ്റെ മുഴുവൻ ശക്തിയും അവൾ ഈ വശീകരണ ശക്തിയാൽ തിരിച്ചറിയുകയാണ്, മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഈ സാംസന് നഷ്ടപ്പെടുന്നത് ഈ അഭിഷേകമാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 19-ാമത്തെ തിരുവചനം, അവൾ അവനെ മടിയിൽ കിടത്തി ഉറക്കി, ഒരാളെ കൊണ്ട് അവൻ്റെ തലയിലെ 7 മുടിച്ചുരുളുകളും ക്ഷൗരം ചെയ്യിച്ചു. അതിനുശേഷം അവൾ അവനെ അസഹ്യപ്പെടുത്താൻ തുടങ്ങി. അവൻ്റെ ശക്തി അവനെ വിട്ടുപോയി. അവൾ പറഞ്ഞു, സാംസൺ, ഫിലിസ്ത്യർ നിന്നെ ആക്രമിക്കാൻ വരുന്നു. അപ്പോൾ അവൻ ഉറക്കമുണർന്നു പറഞ്ഞു, മറ്റു അവസരങ്ങളിൽ എന്ന പോലെ ഞാൻ രക്ഷപ്പെടും, എന്നെ തന്നെ സ്വതന്ത്രനാക്കും. കർത്താവ് തന്നെ വിട്ടുപോയ കാര്യം അവൻ അറിഞ്ഞില്ല. കർത്താവ് തന്നെ വിട്ടുപോയ കാര്യം അവൻ അറിഞ്ഞില്ല. കൃപ വിട്ടുപോയത് അവൻ അറിഞ്ഞില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവകൃപ നഷ്ടപ്പെടാതിരിക്കാൻ നിൻ്റെ ആത്മീയ ജീവിതം ഒരു നിധി പോലെ കാത്തു സൂക്ഷിക്കുക. ചില തെറ്റായ ബന്ധങ്ങൾ നീ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണം. ചില കാഴ്ചകൾ, നിൻ്റെ കണ്ണുകളെ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കണം. അതുകൊണ്ടാണ് വചനം പ്രഭാഷകൻ്റെ പുസ്തകം 9-ാം അധ്യായം, രൂപവതിയിൽ നീ കണ്ണു വയ്ക്കരുത്, കണ്ണുകളുടെ മേൽ കണ്ണു വയ്ക്കരുത്, നീ കാലിടറും. നിൻ്റെ ആത്മീയ ജീവിതം ചില മൊബൈൽ വീഡിയോ കാണുമ്പോൾ, ചില സംഭാഷണങ്ങൾ, ചില പ്രവൃത്തികൾ, മോശകരമായ ബന്ധങ്ങൾ, ഇതുവഴിയായി ആത്മീയ ശുശ്രൂഷ മേഖലയിൽ വളരെ തീക്ഷ്ണമതികളായിട്ടുള്ള അനേകം പേര് വീണിട്ടുണ്ട്. അനേകം പേരുടെ കൃപ നഷ്ടപ്പെട്ടിട്ടുണ്ട്.
അതുകൊണ്ട് വിശുദ്ധി പാലിച്ചെങ്കിൽ മാത്രമേ ദൈവകൃപ പൂർണ്ണമായിട്ട് സ്വന്തമാക്കാൻ കഴിയുകയുള്ളൂ, കൃപ നഷ്ടപ്പെടാതിരിക്കുകയുള്ളൂ. വിശുദ്ധി വീഴ്ച വന്നാൽ, വിശുദ്ധിയുടെ മേഖലയിൽ വീഴ്ച വരുമ്പോൾ നിനക്ക് നഷ്ടപ്പെടുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. അതുകൊണ്ട് കൃപ അല്പം പോലും ചോരാതിരിക്കാൻ ഈ വിശുദ്ധി പൂർണ്ണമായിട്ട് നീ പാലിക്കണം. ഹെബ്രായർ 12:14 വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കാൻ കഴിയുകയില്ല. മത്തായി 5:8 ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അതുകൊണ്ട് വിശുദ്ധിയിൽ അല്പം പോലും വീഴ്ച വരാതിരിക്കട്ടെ. ചില അഭിഷേകങ്ങൾ നഷ്ടപ്പെടുന്നത് ഈ വിശുദ്ധിയുടെ വീഴ്ച തന്നെയാണ്. അതോടൊപ്പം തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ ഈ മറ്റ് പല ആസക്തികളോട്, മദ്യപാന ആസക്തി, ഇതിലൂടെ കൃപയാണ് പോകുന്നത്. കൃപ ലഭിച്ച വ്യക്തി ഈ ലോകത്തിൻ്റെതായ ഏതെങ്കിലും ലഹരി വസ്തുക്കൾ കടിമയാണ് എങ്കിൽ അവൻ്റെ കൃപ ഉടൻ തന്നെ ചോർന്നു പോവുകയാണ്. അതുകൊണ്ട് അവൻ്റെ ലഹരി ദൈവമായിട്ട് മാറട്ടെ. നമ്മുടെ എല്ലാവരുടെയും ലഹരി ദൈവമായിട്ട് മാറണം. പൗലോസ് ലീഹായുടെയാണ്, ജീവിതം മുഴുവൻ കർത്താവിന് വേണ്ടിയാണ്. റോമാലേഖനം 8-35 തിരുവചനം, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, ആപത്തോ, നഗ്നതയോ, വാളോ, ഇവയ്ക്കൊന്നും ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് വേർപെടുത്താൻ കഴിയില്ല. അത് ഒരു ലഹരിയാണ്. യേശുവിന് വേണ്ടി ജീവിക്കുക എന്നുള്ള ലഹരിയാണ്. അതുകൊണ്ട് പൗലോസ് ലീഹായുടെ സഹനങ്ങൾ മുഴുവൻ കൊരിന്തോസുകാർക്ക് ഇത് 2-ാമത്തെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. ഈ ഓരോ സഹനങ്ങളും ഈശോയുമായിട്ടുള്ള ലഹരിയായിട്ട് ആനന്ദത്തെ പ്രതി, സ്നേഹത്തെ പ്രതി സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ്. ഹല്ലേലൂയ. കൃപയുള്ളവർക്ക് ജീവിതത്തിലെ സഹനങ്ങളെ ദൈവത്തിലേക്കുള്ള ഒരു വഴിയായിട്ട് കാണാൻ കഴിയും. കൃപയില്ലാതെ വരുമ്പോൾ ജീവിതത്തിലെ സഹനങ്ങളെ ഒരു ദൗർഭാഗ്യമായിട്ട് കാണും. അതുകൊണ്ട് കൃപ ലഭിച്ച് ജീവിതത്തെ സഹനങ്ങളെ ഓർത്ത് സന്തോഷിക്കുവാനായിട്ട് കഴിയണം. കൃപ ലഭിച്ചവരുടെ ഒരു പ്രത്യേകത, അവർ എപ്പോഴും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കും. ജീവിതത്തിൽ ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കും. ഇന്ന് നമ്മൾ എത്ര പേര് ദൈവത്തിന് നന്ദി പറയുന്നുണ്ട്? നമുക്കെല്ലാവർക്കും പരാതിയും പരിഭവങ്ങളുമാണ്. ദൈവത്തോട് പരാതി പറയുന്നവരാണ്. എന്തുകൊണ്ട് എന്നെ അനുഗ്രഹിക്കുന്നില്ല? എന്തുകൊണ്ട് എൻ്റെ ഭൗതിക നേട്ടങ്ങൾ ക്രമപ്പെടാതെ വരുന്നു? എന്തുകൊണ്ട് ഞാൻ തകർച്ച നേരിടുന്നു? കൃപ ലഭിച്ച വ്യക്തി ദൈവത്തിന് എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കും. വീണ്ടും കൃപയുള്ള വ്യക്തി എളിമയുള്ള വ്യക്തിയായിരിക്കും. ഏറ്റവും എളിമയുള്ള വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ കൃപ കിട്ടും. ആ വ്യക്തി എല്ലാവരുടെ മുമ്പിൽ എളിമപ്പെടും. മൂന്നാമതായിട്ട് വിശുദ്ധിക്ക് വില കൊടുത്ത് ജീവിക്കും. നാലാമതായിട്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിക്കും. ആ വ്യക്തി പരിശുദ്ധാത്മാവിൻ്റെ നിറവിലായിരിക്കും. ഇപ്പോൾ 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവകൃപ ലഭിച്ചു കഴിഞ്ഞാൽ അവർ എപ്പോഴും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കും. ഏറ്റവും എളിമപ്പെടാൻ കഴിയും. വിശുദ്ധി അവർ പൂർണ്ണമായിട്ട് പാലിക്കും. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ അവർ എന്നും ജീവിച്ചുകൊണ്ടിരിക്കും. അതൊരു ദൈവകൃപയാണ്, അഭിഷേകമാണ്, ശക്തിയാണ്. അതുകൊണ്ട് ഈ ഒരു കൃപയുടെ സമൃദ്ധിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുത്തെ കൃപ എനിക്ക് നൽകണമെന്ന്. ദൈവത്തിൻ്റെ കരുണയാണ് കൃപ. ദൈവം ഒരു വ്യക്തിയോട് കാണിക്കുന്ന കരുണയാണ് കൃപ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ കൃപ വഴിയായി നീ ദൈവത്തിൻ്റെ സംരക്ഷണയിലാണ്. നിന്നെ പൂർണ്ണമായി ദൈവം ഏറ്റെടുത്തിരിക്കുകയാണ്. നീ കൃപയിൽ നിറയപ്പെട്ട വ്യക്തിയാണെങ്കിൽ കൃപ അല്പം പോലും ചോർന്നു പോകാതിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസ് മനം നൊന്ത് കരയുകയാണ്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ പത്രോസ് പറയുകയാണ് 1000ങ്ങളോടും 10000ങ്ങളോടും ഈശോയെക്കുറിച്ച്. കൃപ നിറഞ്ഞാൽ 1000ങ്ങളുടെയും 10000ങ്ങളുടെയും മുമ്പിൽ വെച്ച് നീ ഈശോയെ ഏറ്റുപറയും. കൃപ നഷ്ടപ്പെട്ടാലോ ഏറ്റവും നിസ്സാരരായവരുടെ മുമ്പിൽ വെച്ച് നീ ഈശോയെ തള്ളിപ്പറയും. അതാണ് ഒരു പെൺകുട്ടിയുടെ, ഒരു അടിമ പെൺകുട്ടിയുടെ മുമ്പിൽ വെച്ച് പത്രോസ് ദൈവത്തെ തള്ളിപ്പറയാനുള്ള കാരണം അവൻ്റെ കൃപ ചോർന്നുപോയി. കൃപയിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ 1000കണക്കിന് ആളുകളുടെ മുമ്പിൽ വെച്ച് പത്രോസ് ഈശോ മിശിഹായെ പ്രഘോഷിക്കുകയാണ്. അതുകൊണ്ട് ഈ ദൈവകൃപയുടെ ആഴത്തിൽ ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കാം. നീ കൃപ നിറഞ്ഞവനായിത്തീരുക. ആ കൃപയിൽ നഷ്ടപ്പെടാതിരിക്കാൻ പൂർണ്ണമായിട്ട് എല്ലാവരെയും സ്നേഹിക്കുക. ഈശോ ഈ കൃപ കൊണ്ട് നിന്നെ പൂർണ്ണമായിട്ട് നിറയ്ക്കട്ടെ. ദൈവകൃപയിൽ നമുക്ക് ആശ്രയിക്കാം. 1 പത്രോസ് 5:6 ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴെ നീ താഴ്മയോടെ നിൽക്കണം. അവിടുന്ന് തക്ക സമയത്ത് നിന്നെ ഉയർത്തിക്കൊള്ളും. അതുകൊണ്ട് വേണ്ട സമയത്ത്, ഹെബ്രായ ലേഖനത്തിൽ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, വേണ്ട സമയത്ത് കരുണയും കൃപയും ലഭിക്കാൻ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ നമുക്ക് സമീപിക്കാം. ദൈവകൃപയ്ക്ക് വേണ്ടി ഈശോയോട് ചോദിക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് ഈശോയോട് പ്രാർത്ഥിക്കാം.
കർത്താവേ, അവിടുത്തെ കൃപയുടെ അഭിഷേകം ഞങ്ങളിലേക്ക് വർഷിക്കണമേ. ദൈവത്തിൻ്റെ സംരക്ഷണ വലയിൽ ഞങ്ങളെ ചേർത്ത് നിർത്തണമേ. പാപികളായ ഞങ്ങളോട് പൗലോസിനോട് എന്നതുപോലെ കൃപ നൽകി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് ചേർത്ത് നിർത്തി വിശുദ്ധരാക്കണമേ. ദൈവകൃപയുടെ ആഴം പൂർണ്ണമായിട്ട് തിരിച്ചറിയാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവം സമൃദ്ധമായി കൃപ ചൊരിയപ്പെടുന്നതിന് വേണ്ടി ഹൃദയത്തിൽ നിന്ന് കർത്താവിനെ വിളിച്ച് സ്തുതിച്ചാരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും. ഓരുമോ നാമെല്ലാം യേശുവിൽ അഭിമാനിച്ചിടാം, ഓരുമോ നാമെല്ലാം യേശുവിൽ അഭിമാനിച്ചിടാം, ഓരുമോ നാമെല്ലാം യേശുവിൽ അഭിമാനിച്ചിടാം.